കണ്ണൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM കൌൺസിലർക്ക് പരോൾ. പയ്യന്നൂർ നഗരസഭാംഗമായ VK നിഷാദിനാണ് അടിയന്തര പരോൾ അനുവദിച്ചത്. 6 ദിവസത്തേക്കാണ് പരോൾ. കഴിഞ്ഞ മാസമാണ് നിഷാദിനെ 20 വർഷത്തേക്ക് ശിക്ഷിച്ചത്. നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ബിജീഷ് ഗോവിന്ദൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ബിജീഷ്, എന്താണ് സംഭവം? എങ്ങനെയാണ് ഇയാൾക്ക് പരോൾ ലഭിച്ചത്? കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് കളക്ടർ അഡീഷണൽ സെഷൻസ് കോടതി VK നിഷാദിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ദിവസം ഇയാളെ 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന നിഷാദിന് ഇന്നാണ് ഇപ്പോൾ 6 ദിവസത്തേക്ക് അടിയന്തര പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ അധികൃതർ ഉത്തരവിറക്കിയിരിക്കുന്നത്. നിഷാദിന് അച്ഛന്റെ അസുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരോൾ അനുവദിച്ചെന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിഷാദ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷെ നിഷാദിനെ ജയിലിലായത് കാരണം ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരിക്കില്ല. ഈ പയ്യന്നൂർ നഗരസഭാംഗം എന്ന രൂപത്തിലുള്ള കടക്കുന്നതിനും നിഷാദിന് തടസ്സമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ജയിൽ അധികൃതർ നിഷാദിന് 6 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ നിഷാദ് ഈ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വിധി റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷെ അതിനകത്തും ഇതുവരെ തീരുമാനം വന്നിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ജയിൽ അധികൃതർ 6 ദിവസം നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി